എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡൊമിനിക്, ബാന്ദ്ര, സുമതി വളവ്, ബസൂക്ക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഭഗവാൻ ദാസൻ്റെ രാമരാജ്യം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമയിൽ നിന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കരാട്ട കിഡ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജാക്കി ചാനാണ് സിനിമയിൽ നായകൻ. കരാട്ട കിഡ് ലെജൻസ് എന്ന സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ് ഭാഷയിലും സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് കൂടൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബിബിൻ ജോർജ് നായകന സിനിമയാണ് കൂടൽ. എവറേജ് അഭിപ്രായമാണ് കൂടൽ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഈ സിനിമയിൽ നിന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കഥ പറഞ്ഞ കഥ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു മലയാള സിനിമയാണ്. ഈ സിനിമയും ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മഹാവതാർ നരസിംഹ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. 300 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് മഹാവതാർ. ഇതൊരു ആനിമേഷൻ മൂവിയാണ്. ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ സെപ്റ്റംബർ മാസം 12-നാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ് ലോക. 3 ദിവസം കൊണ്ട് 30 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ലോക. നസ്ലിൻ കല്യാണിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ഫാസ്റ്റസ്റ്റ് 50 കോടി സിനിമ നേടുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ ഇപ്പോൾ തെലുങ്കിലും തമിഴിലും റിലീസായിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സൂഫ്രംസോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കന്നഡ സിനിമയാണ്. സിനിമ മലയാളത്തിൽ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് സൂഫ്രംസോ നേടിയെടുത്തത്. മലയാളത്തിൽ ഡബിഡ് വെർഷനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ട്. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് സൂഫ്രംസോ. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ സെപ്റ്റംബർ മാസം 5-നാണ് സൂഫ്രംസോയുടെ OTT റിലീസ്. മലയാളത്തിലെ സിനിമ വരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹൗസ് മേറ്റ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ ചിത്രം C5-ൽ സെപ്റ്റംബർ മാസം 5-നാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആഭ്യന്തര കുറ്റവാളിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുണ്ട്. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 10-നാണ് ഈ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ് സെറ്റ് ബേബി കാത്തിരുന്ന് എല്ലാവർക്കും അടുത്തു. ഇനി സിനിമ വരില്ലെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവസാനം മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഓണത്തിനാണ് OTT റിലീസ്. അതായത് സെപ്റ്റംബർ മാസം 5-ന് മനോരമ മാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസ് ഉണ്ടാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ മമ്മൂട്ടി സിനിമകൾ OTTയിൽ വരാറുണ്ട്. എന്നാൽ ഡൊമിനിക് മാത്രം ആരും തന്നെ എടുത്തില്ല. അതുകൊണ്ട് ഒരുപാട് ഫാൻസ് നിരാശയിലാണ്. മമ്മൂട്ടിയുടെ ഒരു സിനിമ OTTക്ക് പോലും വേണ്ടെന്ന് ആരും തന്നെ കരുതിയില്ല. എന്നാൽ ഇപ്പോൾ ആ ഒരു പ്രശ്നം മാറിയിരിക്കുകയാണ്. ഡൊമിനിക്കിൻ്റെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഡൊമിനിക് ഒരു നല്ല ത്രില്ലർ സിനിമയായിരുന്നു. എന്നിട്ടും സിനിമ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ സെപ്റ്റംബർ മാസം 5-ന് ഓണത്തിന് ഡൊമിനിക് സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കുറച്ച് വർഷങ്ങളായി ബാന്ദ്ര സിനിമ ഇറങ്ങിയിട്ട് ഇതുവരെ OTTയിൽ വരുന്നില്ല. ഒരുപാട് പേര് ബാന്ദ്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ OTTയിൽ റിലീസാവുന്നില്ല. കഴിഞ്ഞ വർഷം ആമസോൺ പ്രൈം ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ റിലീസാക്കിയിട്ടില്ല. ദിലീപും തമനയുമാണ് ബാന്ദ്രയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ സെപ്റ്റംബർ മാസം 5-ന് ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു സിനിമയായിരുന്നു സുമതി വളവ്. പ്രേക്ഷകർ 2 കൈ നീട്ടി സിനിമയെ സ്വീകരിച്ചു. അത്യാവശ്യം കോമഡിയും ഹൊററും സിനിമയിലുണ്ട്. യാതൊരു ലാഗും സിനിമയിലില്ല. ഇപ്പോഴിതാ സുമതി വളവ് OTT റിലീസിന് ഒരുങ്ങുകയാണ്. അർജുൻ അശോകനാണ് സിനിമയിലെ നായകൻ. 40 കോടിക്ക് മുകളിൽ സുമതി വളവ് നേടിയെടുത്തിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ സുമതി വളവ് വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സെപ്റ്റംബർ മാസം 5-നായിരിക്കും സുമതി വളവ് OTTയിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നല്ല അഭിനയം തന്നെയാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബസൂക്ക നേടിയെടുത്തത്. ഇപ്പോഴിതാ ബസൂക്ക സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഡൊമിനിക് പോലെയല്ല ബസൂക്ക. നേരത്തെ തന്നെ OTT വിറ്റുപോയതാണ്. C5-ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഒരുപാട് മികച്ച ആക്ഷൻ രംഗങ്ങൾ ബസൂക്കയിലുണ്ട്. അത് കാണാൻ വേണ്ടി ആരാധകർ വെയിറ്റിംഗിലാണ്. ഇപ്പോഴിതാ സെപ്റ്റംബർ മാസം 5-ന് ബസൂക്ക സിനിമ C5-ൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ്
കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.